നമസ്കാരം, ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമ്മൾ ഈ മനുഷ്യർക്കിടയിൽ വളരെ മോശപ്പെട്ട ഒരു സ്വഭാവമാണ് ഈ ദേഷ്യം, കോപം, ക്രോധം എന്നൊക്കെ പറയണത്. ഈ വീഡിയോ കാണുന്ന ചിലർക്കൊക്കെ ഇങ്ങനെ അടക്കാനാകാത്ത ദേഷ്യമുള്ളവരുണ്ടായിരിക്കും. ഈ ദേഷ്യം കൊണ്ട് അങ്ങനെയുള്ള ദുരനുഭവങ്ങൾ അനുഭവിച്ചിട്ടുള്ളവരും കൂടെ ആയിരിക്കും, അതായത് മറ്റുള്ളവരിൽ നിന്ന് അനുഭവിച്ചിട്ടുള്ളവരായിരിക്കും. ഈ ദേഷ്യം വന്ന ആളുകൾ എന്താ ചെയ്യുക? ചീത്ത വിളിക്കും, അസഭ്യം പറയും, അതേപോലെ തന്നെ ഓരോ സാധനങ്ങൾ എടുത്തിട്ട് എറിഞ്ഞുടയ്ക്കും. അത് അപ്പോഴത്തെ ആ ഒരു ദേഷ്യം ഉണ്ടല്ലോ, അവനെ വലിഞ്ഞു മുറുകിയിട്ടുള്ള ടെൻഷനായി നിൽക്കുന്ന ഒരു അവസ്ഥ, അതൊന്ന് റിലീസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കാം അപ്പോഴത്തെ ആ ഒരു ദേഷ്യത്തിന്. ചിലപ്പോൾ അവർ മനസ്സുകൊണ്ട് അറിഞ്ഞിട്ടൊന്നും ആവില്ല, ഇത് എറിഞ്ഞുടയ്ക്കണം എന്ന് വിചാരിച്ചിട്ടൊന്നും ആവില്ല അങ്ങനെ ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ ആ ദേഷ്യം എങ്ങനെയെങ്കിലും കുറയ്ക്കണം എന്നേ ആ ഒരു നിമിഷം ആഗ്രഹിക്കുള്ളൂ. പക്ഷെ ഇത് എങ്ങനെയാണ് വരുന്നതെന്ന് ആർക്കും അറിയില്ല. പലർക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും, പലരും അതിനൊക്കെ ഇരകളും ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾക്ക് വിചാരിക്കും ഈ ദേഷ്യം ഒന്ന് കുറഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നാവും എന്നുള്ളത്. കാരണം ഈ ദേഷ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നമ്മുടെ കുടുംബത്തിലുള്ളവർ, അതേപോലെ തന്നെ സമൂഹത്തിലുള്ളവർ, ഇവരൊക്കെ ശത്രുക്കളായിട്ടാണ് മാറുക. നല്ല ബന്ധങ്ങളൊക്കെ ഇല്ലാതാകുകയാണ് ചെയ്യുക. യാതൊരു ഉപകാരവുമില്ലാത്ത, ഉപദ്രവം മാത്രം ചെയ്യുന്ന ഒരു വികാരമാണ് ഈ ദേഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ദേഷ്യത്തിനെ എങ്ങനെ ഇല്ലാതാക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. പ്രത്യേകിച്ച് ഭഗവാനെ സേവിക്കുന്നവർ. ഭഗവാൻ എങ്ങനെയാണ്? നല്ല സൗമ്യനായിട്ടുള്ള, സാത്വികനായിട്ടുള്ള, എപ്പോഴും മന്ദഹാസം മാത്രം ചുണ്ടിൽ വിരിയുന്ന ഭഗവാനാണ്. അപ്പം അങ്ങനെയുള്ള ഭഗവാനെ ആരാധിക്കുന്നവരും എങ്ങനെയായിരിക്കണം? ഒട്ടും ദേഷ്യമില്ലാത്തവരായിരിക്കണം. എല്ലാത്തിനെയും സൗമ്യമായിട്ട് ഇടപെടുന്ന, എല്ലാ കാര്യങ്ങളിലും സൗമ്യമായിട്ട് ഇടപെടുന്നവരായിരിക്കണം. അപ്പോൾ ദേഷ്യത്തെ ഇല്ലാതാക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ എങ്ങനെയാണ് ദേഷ്യം ഉണ്ടാകുന്നതെന്നും എങ്ങനെയാണ് ദേഷ്യം ഇല്ലാതാക്കേണ്ടതെന്നും അത് ഉദാഹരണങ്ങളിലൂടെ, തത്വങ്ങളിലൂടെ ഭഗവാൻ എങ്ങനെയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്, അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ദേഷ്യം വരുന്നവർ, വീട്ടിലുള്ളവർ, അങ്ങനെയുള്ളവർക്കൊക്കെ ഈ വീഡിയോ കാണുന്നത് വളരെ ഉപകാരമായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. അതിലേക്ക് പ്രധാന വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് നമുക്ക് അലങ്കാരങ്ങൾ പറയാം കേട്ടോ. ഗുരുവായൂരപ്പൻ്റെ ഇന്നലത്തെ അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഇന്നലെ ഭഗവാനെ ധന്വന്തരി മൂർത്തിയായിട്ടായിരുന്നു അലങ്കാരമായിട്ട് ചാർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇന്നലെ പൊതുവേ ക്ഷേത്രത്തിൽ തിരക്ക് കുറഞ്ഞ ഒരു ദിവസമായിരുന്നു, പണ്ടത്തെ ചൊവ്വാഴ്ചകളെ പോലെ. അതുകൊണ്ട് തന്നെ സോപാനന്ദോളിലൊക്കെ ഇന്നലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഭഗവാൻ നിൽക്കുന്നതാണെങ്കിലോ നമ്മുടെ എല്ലാ അസുഖങ്ങളും മാറ്റിത്തരുന്ന ഒരു വൈദ്യനായിട്ട്, ധന്വന്തരി മൂർത്തിയായിട്ടായിരുന്നു ഇന്നലെ ചാർത്തിയിട്ടുണ്ടായിരുന്നത്. നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട് കേട്ടോ. 4 തൃക്കൈകളോട് കൂടിയിട്ടാണ്, ചതുർബാഹുവായിട്ടാണ് ഭഗവാൻ നിൽക്കുന്നുണ്ടായിരുന്നത്. ആ 4 കൈകളിൽ, മുകളിലുള്ള 2 കൈകളിൽ ശംഖും ചക്രവും പിടിച്ചിട്ടുണ്ട്. പിന്നെ താഴെയുള്ള 2 കൈകളിൽ ഒന്നിലെ അമൃത കലശവും ഒന്നിലെ ജലൂകയും കൂടെ പിടിച്ചിട്ടാണ് നിൽപ്പുണ്ടായിരുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു അലങ്കാരം, ചാർത്തിയതും ആ തിളക്കവും ഒക്കെ. ശരിക്കും ധന്വന്തരി മൂർത്തി നമ്മുടെ മുന്നിൽ ഇങ്ങനെ എഴുന്നള്ളി നിൽക്കുന്നത് പോലെ തന്നെയാണ് തോന്നുക കേട്ടോ. 2 മാലകൾ ഉണ്ടായിരുന്നു, തിരുമുടി മാലകൾ. അതിൽ ഒരെണ്ണം നല്ല വെളുത്ത നന്ദ്യാർവട്ട പൂക്കളും പിന്നെ കുറച്ച് തെച്ചിയും കൂടെ കോർത്തിട്ടായിരുന്നു. വെള്ളയായിരുന്നു കൂടുതൽ, ചുവപ്പ് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു തിരുമുടി മാല എന്ന് പറയുന്നത് ഒരെണ്ണം തെച്ചിപ്പൂക്കൾ കൊണ്ട് കോർത്തിട്ടായിരുന്നു. ഒരു ഉണ്ടമാലയുണ്ട്, അത് തെച്ചിയുണ്ട്, തുളസിയുണ്ട്, നന്ദ്യാർവട്ടമുണ്ട്. ഈ 3 നിറങ്ങളും കൂടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറി മാറി കോർത്തിട്ടുള്ള ഒരു മാലയായിരുന്നു. ഭഗവാനെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് കേട്ടോ. കിരീടമൊക്കെ ചാർത്തിയിട്ടുണ്ട്, നല്ല ഭംഗിയിൽ കിരീടം ചാർത്തിയിരിക്കുകയാണ്. പിന്നെ കതുപൂക്കളുണ്ട്, നെറ്റിയിൽ തിലകമുണ്ട്, 3 മാലകൾ കഴുത്തിൽ അണിഞ്ഞിട്ടുണ്ട്. അതൊക്കെ നല്ല ചന്തത്തിൽ തന്നെ ചാർത്തി കൊടുത്തിട്ടുണ്ട്. പിന്നെ 4 തൃക്കൈകളാണ്, 2 കൈകളിൽ ശംഖും ചക്രവും കൂടെ പിടിച്ചിട്ടുണ്ട്. കൈവളകളും തോൾവളകളൊക്കെ അണിഞ്ഞിട്ടുണ്ട് കേട്ടോ ഭഗവാൻ. പിന്നെ അമൃത കലശവും ജലൂകയും അട്ടയും കൂടെ പിടിച്ചിട്ടാണ് ഭഗവാൻ ധന്വന്തരി മൂർത്തിയായിട്ട് തിളങ്ങി വിളങ്ങി നിൽക്കുന്നുണ്ടായിരുന്നത്. അരയിലേക്ക് ഇങ്ങനെയൊക്കെ കെട്ടിയിട്ട് പിന്നെ കസവ് അങ്ങനെ ഈ അര മുതലേ പാദം വരെയുള്ള ചുവന്ന പട്ടാണ് ചുറ്റിയിരിക്കുന്നത്. അപ്പോൾ അരഭാഗത്ത് നല്ല തിളങ്ങണ കസവുണ്ട്, ആ നടുവിലൂടെ ആ പാദം വരെയും പിന്നെ കസവുണ്ട്. അപ്പോൾ നല്ല തിളക്കുണ്ടായിരുന്നു ഭഗവാനെ കാണാനായിട്ടും. അപ്പം അങ്ങനെയായിട്ടായിരുന്നു ഭഗവാന്റെ ഇന്നലത്തെ അലങ്കാരം ചാർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ധന്വന്തരി മൂർത്തിയൊക്കെ ആയിട്ട് വരുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാ? ദുഃഖങ്ങൾ, ദുരിതങ്ങൾ ഒക്കെ, അസുഖങ്ങൾ കൊണ്ടൊക്കെ അനുഭവിക്കുന്നവരുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു ശാന്തി അല്ലെങ്കിൽ ഒരു സമാധാനം നൽകാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരുടെയും അസുഖങ്ങൾ ഭഗവാൻ മാറ്റിത്തരുന്നതായിരിക്കും. ഭഗവാന്റെ കയ്യിലാണ് അതിന് മരുന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം?
ഭഗവാനെ വിളിച്ചാൽ മാത്രം മതി. നമുക്ക് മരുന്ന് കിട്ടിയാലല്ലേ നമുക്ക് അസുഖം മാറുള്ളൂ, അല്ലാതെ മാറാനായിട്ട് ഒരു വഴിയില്ല. അപ്പം മരുന്നിരിക്കുന്നത് ഭഗവാന്റെ കയ്യിലാണ്. ഭഗവാനിലെ ശരണാഗതി പ്രാപിച്ചു കഴിഞ്ഞാൽ എല്ലാ അസുഖങ്ങളും ഭഗവാൻ മാറ്റിത്തരും. അതിന് തയ്യാറായിട്ടാണ് വന്നിരിക്കണതേ. നമ്മളോട് ഭഗവാനെ വിളിക്കണം, ഭഗവാനെ ഒന്ന് കാണണം, ഒന്ന് സ്മരിക്കണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ നന്നായിട്ട് ധന്വന്തരി മൂർത്തിയായി നിൽക്കുന്ന ഭഗവാനെ തൊഴുത് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. എല്ലാവരുടെയും എല്ലാ തരത്തിലുള്ള അസുഖങ്ങളും ഭഗവാൻ ഭേദമാക്കി തരട്ടെ. ഭഗവാന്റെ പാദങ്ങളിൽ എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ. ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ. അങ്ങനെ ധന്വന്തരി മൂർത്തിയായിട്ട് തിളങ്ങി നിൽക്കുന്ന ഭഗവാനെ തൊഴുത് നമസ്കരിച്ചിട്ട് നേരെ നമ്മൾ ഗണപതിയെ കാണാനായിട്ടാണ് എത്തിയിരിക്കുന്നത് കേട്ടോ. ഗണപതിക്ക് ചുവപ്പും പച്ചയും പിന്നെ സ്വർണ്ണ നിറവും ഒക്കെ ഇടകലർന്നിട്ടുള്ള ഒരു ഉടയാടയായിരുന്നു. പിന്നെ സ്വർണ്ണ നിറത്തിൽ ലേസൊക്കെ പതിപ്പിച്ചിട്ടുള്ള ഒരു ഉടയാട. കഴുത്തിലൊരു മാല അണിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ നെറ്റിയിൽ പൊട്ടിന് പകരമായിട്ടൊരു മഞ്ചാടിക്കുര വെച്ചിരിക്കുന്നത്. 2 കാതുകളിലും മഞ്ചാടി വെച്ചിട്ടുണ്ട്. പിന്നെ കിരീടത്തിന് പകരമായിട്ട് ഒരു കുഞ്ഞു ചന്ദ്രകല, സ്വർണ്ണ നിറത്തിലുള്ള ഒരു ചന്ദ്രകലയും കൂടെ വെച്ചിട്ടുണ്ട്. വളരെ ലളിതമായിട്ടുള്ള ഒരു അലങ്കാരമാണ് കേട്ടോ. അപ്പം ഇന്ന് ചതുർത്ഥിയും കൂടെയാണ്, വിശേഷ ദിവസമാണ്. എല്ലാവരും ഗണപതിയെ നന്നായി പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്ന് ഏത്തമിട്ടോളൂ കേട്ടോ. ഇനി നമ്മൾ പോകുന്നത് ഭഗവതി അമ്മേനെ കാണാനാണ് കേട്ടോ. ഭഗവതി നല്ല സുന്ദരിയായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. ചുവന്നൊരു പട്ടൊക്കെയാണ്, നല്ല തിളക്കുള്ള പട്ടായിരുന്നു. പക്ഷെ കുറച്ച് ഭാഗ്യം കാണാനായിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതിലെ നിറയെ പൂക്കൾ കൊണ്ട് ഇങ്ങനെ അർച്ചനയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കഴുത്തിൽ സ്വർണ്ണ നിറത്തിലൊരു മാല ഇട്ടിട്ടുണ്ട്. പിന്നെ കാതുകളിൽ വലിയ കാതുപൂക്കൾ വെച്ചിട്ടുണ്ട്. അതിന് തൊട്ട് മുകളിലായിട്ട് സ്വർണ്ണ പൊട്ടുമുണ്ട്. അതായത് പൊട്ടും പൂവും കൂടിയിട്ടാണ് കേട്ടോ കാതുകളിൽ വെച്ചിരിക്കുന്നത്. നെറ്റിയിൽ ഒരു സ്വർണ്ണ പൂവാണ് വെച്ചിരിക്കുന്നത്. കിരീടത്തിൻ്റെ ഭാഗത്തായിട്ട് 3 സ്വർണ്ണ പൊട്ടുകൾ വെച്ചിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. ഭഗവതിയും നല്ല ലളിതമായിട്ടുള്ള ഒരു അലങ്കാരം തന്നെയായിരുന്നു ഭഗവതി അമ്മയ്ക്ക് ഉണ്ടായിരുന്നത്. എല്ലാവരും ഭഗവതിയുടെ ആ ഒരു രൂപവും ഭാവവും ഒക്കെ നന്നായി മനസ്സിൽ കണ്ടുകൊണ്ട് തൊഴുത് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഭഗവതി അമ്മയ്ക്ക് മുന്നിലും എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ. ഇനി നമുക്ക് അയ്യപ്പനെ കാണാം. അയ്യപ്പൻ്റെ അലങ്കാരം നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. നല്ല രസത്തിൽ നല്ല ചാർത്തിയിട്ടുണ്ട്. കറുപ്പ് നിറത്തിലായിരുന്നു ഉടയാട ഉണ്ടായിരുന്നത്. നല്ല തിളങ്ങുന്ന സ്വർണ്ണത്തിൻ്റെ അങ്ങനെ പ്രിന്റുകളൊക്കെ ഉണ്ട്. അരികിൽ സ്വർണ്ണ ബോർഡറൊക്കെ ആയിട്ടുള്ള ഉടയാട. പിന്നെ പോരാത്തതിന് അരയിൽ ഒരു കസവ് മുണ്ടുകൊണ്ട് ചുറ്റിയിട്ടുണ്ട്. 2 മാലകൾ അണിഞ്ഞിട്ടുണ്ട്. അത് നല്ല ചതത്തിൽ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. നല്ല തിളക്കുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ കഴുത്തിലൊരു ഗോപി തിലകം താഴോട്ടേക്ക് ആ കൂർത്ത ഭാഗമായിട്ട് തിരിച്ചു വെച്ചിട്ടുണ്ട്. കാതുകളിലും തിലകങ്ങളാണ്, അത് മഴത്തുള്ളി പോലെ വെച്ചിട്ടുണ്ട്. നെറ്റിയിലൊരു തിലകം, ചുണ്ടൊക്കെ നന്നായി ചുവപ്പിച്ചിട്ടാണ് കേട്ടോ അയ്യപ്പൻ ഇരിക്കുന്നുണ്ടായിരുന്നത്. പിന്നെ അയ്യപ്പൻ്റെ കിരീടം, സ്വർണ്ണ നിറത്തിലൊരു കിരീടമുണ്ട്. അതും കൂടെ ശിരസിൽ അണിഞ്ഞിട്ട് നല്ല സുന്ദരനായിട്ടിരിക്കുന്ന അയ്യപ്പനായിട്ടായിരുന്നു ചാർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും അയ്യപ്പൻ്റെയും ആ ഒരു രൂപമൊക്കെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തൊഴുത് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. എല്ലാവരും അയ്യപ്പന് മുന്നിലും ഒന്ന് നമസ്കരിച്ചോളൂ. അപ്പോഴിനി ദേഷ്യത്തെക്കുറിച്ച്, കോപത്തെക്കുറിച്ച്, ക്രോധത്തെക്കുറിച്ച് നമുക്ക് പറയാം കേട്ടോ. ഈ വികാരം എല്ലാത്തിനെയും സകലതിനെയും നശിപ്പിക്കും എന്നാണ് പറയാം. ദേഷ്യം ഇങ്ങനെ ആളികത്ത് വിറച്ചു നിൽക്കുന്നവരെ കണ്ടിട്ടില്ലേ? നരസിംഹത്തെ പോലെ വിറച്ചു നിൽക്കുന്നവരെ കണ്ടിട്ടില്ലേ? എല്ലാത്തിനെയും നശിപ്പിക്കുകയും ചെയ്യാം. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് അവരുടെ അടുത്തേക്ക് പോകാനൊക്കെ പേടി വരുന്നത്. ഈ ദേഷ്യം വരുന്നവരുടെ അടുത്ത് അത്ര പെട്ടെന്ന് ആരും കൂട്ടുകൂടൊന്നും ചെയ്യില്ല. ചിലപ്പോൾ മനസ്സുകൊണ്ട് നല്ലവരായിരിക്കാം, നന്മയുള്ളവരായിരിക്കാം, പക്ഷെ പെട്ടെന്ന് ദേഷ്യം പിടിക്കും. അപ്പോൾ ദേഷ്യം വന്നു കഴിഞ്ഞാൽ മുന്നിൽ നിൽക്കുന്നത് നമ്മുടെ ബന്ധുവാണോ, സുഹൃത്താണോ, സ്നേഹമുള്ളവരാണോ എന്നൊന്നും നോക്കില്ല. എന്ത് ബന്ധം, എന്ത് സ്നേഹം. അപ്പോൾ എന്തായി? പിന്നൊന്നും പറയണ്ടല്ലോ, ശത്രുക്കളായി. അതില്ലാത്ത ശത്രുക്കളെ ഉണ്ടാക്കും. അത് കുടുംബത്തിലാണെങ്കിലും സ്നേഹബന്ധങ്ങളിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും ഒക്കെ ശത്രുക്കളെ ഉണ്ടാക്കുക എന്നതിലുപരി പ്രത്യേകിച്ച് ഒരു ഗുണവും നമുക്ക് ഈ ഒരു വികാരം കൊണ്ട് നേടിയെടുക്കാനായിട്ട് സാധിക്കില്ല. ഇതിപ്പോൾ ശത്രുക്കൾ ഉണ്ടാക്കുന്നത് മാത്രമല്ല, അവനാൻ്റെ ആ ഒരു ശരീരത്തിന് പോലും വിഷമയമാക്കുകയാണ്, ശരീരത്തെ പോലും വിഷമയമാക്കുകയാണ് ഈ ദേഷ്യമുള്ളവർ ചെയ്യുന്നത്. അപ്പോൾ റിലീസ് ചെയ്യുന്ന വേണ്ടാത്ത കുറേ ഹോർമോൺസ് ഉണ്ട്. ഇതെല്ലാം കൂടെ പിന്നെയും നമ്മളെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക. അതായത് ശരീരത്തിന് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഈ ബുദ്ധിയുള്ളവരാരും ദേഷ്യപ്പെടില്ല എന്നാണ് പറയുക. ബുദ്ധി, വിവേകം ഇതുള്ളവർക്ക് ദേഷ്യപ്പെടാനായിട്ട് സാധിക്കില്ല. കാരണം അത് വരുന്നതിന് മുൻപ് അവരുടെ ബുദ്ധി അല്ലെങ്കിൽ അവരുടെ വിവേകം അവരുടെ അടുത്ത് പറയും, എന്താണ് ഇത് മോശപ്പെട്ട വികാരമാണ്, ഇത് നമുക്ക് വേണ്ട എന്നുള്ളത്. അങ്ങനെയാണ് അതിനെ നിയന്ത്രിക്കപ്പെടുക. ഇത് വേണം എന്ന് വെച്ച് ചെയ്യുന്നവരൊന്നും ആയിരിക്കില്ല, അത് ഞാൻ മുൻപ് പറഞ്ഞല്ലോ. പക്ഷെ നമുക്കത് നിയന്ത്രിക്കാനായിട്ട് സാധിക്കില്ല. തീർച്ചയായിട്ടും നിയന്ത്രിക്കപ്പെടേണ്ട ഒരു വികാരം തന്നെയാണ് ഈ ദേഷ്യം എന്ന് പറയണത്. അപ്പോൾ ഇനി ഈ ദേഷ്യം എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് നോക്കാം കേട്ടോ. ഈ ദേഷ്യം അല്ലെങ്കിൽ ക്രോധം ഉണ്ടാകുന്നത് കാമത്തിൽ നിന്നാണ്. അതായത് ആഗ്രഹങ്ങൾ, മോഹങ്ങൾ, ഇതിൽ നിന്നൊക്കെയാണ് ഈ കോപം അല്ലെങ്കിൽ ക്രോധം ഉടലെടുക്കുന്നതെന്നാണ് പറയുക. അങ്ങനെ ഉടലെടുത്തു കഴിഞ്ഞാൽ അത് ബുദ്ധിയില്ലായ്മ കൊണ്ട്, അറിവില്ലായ്മ കൊണ്ട് സകലതിനെയും നശിപ്പിക്കും. അതാണ് പറയണത്. അപ്പോൾ ഈ സനകാദികൾക്ക് കോപം വന്നുല്ലോ, അതായത് അവർ ശപിക്കുന്നുണ്ടല്ലോ ഭഗവാനെ കാണാനായിട്ട് വന്ന സമയത്ത്.
അപ്പോൾ കോപം വന്നു അല്ലെങ്കിൽ ദേഷ്യം വന്നു എന്നൊന്നും ശ്രീ ശുക മഹർഷി പറയണില്ല. അങ്ങനെ പറയാനുള്ള മടി കൊണ്ട് കാമാനുജൻ എന്നാണ് പറയണത്. അപ്പോൾ അത് പറയാൻ പോലും വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾക്ക് അത് അനുഭവപ്പെടുമ്പോൾ എത്രത്തോളം വേണ്ടാത്ത ഒരു കാര്യമാണെന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. അപ്പോൾ ഈ ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ആഗ്രഹങ്ങൾ നമ്മൾ വിചാരിച്ച ഒരു കാര്യം നടക്കാതെ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെയല്ല ആ സംഭവം നടന്നത്, അപ്പോഴാണ് നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു ദേഷ്യമൊക്കെ വരും. ആ സംഭവത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ദേഷ്യത്തിൻ്റെ കാഠിന്യവും കൂടും. അപ്പോൾ ഈ ദേഷ്യവും സങ്കടവും വന്നു കഴിഞ്ഞാൽ ഈ സങ്കടത്തിനെ മാറ്റി നിർത്തിയിട്ട് ദേഷ്യത്തിനെ എല്ലാവരും കൂട്ടുപിടിക്കും. അതാണ് മനുഷ്യരുടെ പ്രത്യേകത. അതുകൊണ്ട് ഇപ്പോൾ സ്നേഹമുള്ളവരാണെങ്കിൽ പോലും ആ സ്നേഹത്തിനേക്കാൾ കൂടുതലായിട്ട് ഉയർന്നിട്ടാവും ദേഷ്യം നിൽക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ പിന്നെ ഇത് സ്നേഹിക്കുന്നവരാണെന്നുള്ള ചിന്ത പോലും ഉണ്ടാകില്ല. അങ്ങനെയാണ് ഈ എത്രയോ പേര് അങ്ങനെയുള്ള അപകടങ്ങളിൽ ചെന്ന് ചാടുന്നുണ്ട്. ദേഷ്യം കൊണ്ട് ജീവിതം തകർന്നു പോയിട്ടുള്ള എത്രയോ പേരുണ്ട്. ഇതിപ്പോൾ പ്രായമൊന്നും ഇല്ല കേട്ടോ ഈ ദേഷ്യത്തിനായിട്ട്. എല്ലാ പ്രായത്തിലുള്ളവർക്കും ഈ ഒരു വികാരമുണ്ട്, ചെറിയ കുട്ടികൾ ഉൾപ്പെടെ. കുട്ടികളൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ അവർ ഉദ്ദേശിച്ച സാധനങ്ങൾ കൊടുക്കാതെ വരുമ്പോൾ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ എന്ന് പറയാറില്ലേ. ഇത് തന്നെയാണ് അവസ്ഥ. ഉദാഹരണത്തിന് ഇപ്പോൾ ഈ മൊബൈൽ ഫോൺ ഉണ്ടല്ലോ, അത് കുട്ടികൾ അവരിപ്പോൾ മൊബൈലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്, അങ്ങനെ കാണുന്നവരാണ് കൂടുതൽ പേരും. കുറച്ച് നേരം വെറുതെ ഒന്നും പറയാതെ അവരെ കയ്യിൽ നിന്ന് ആ ഫോണൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ അവർക്ക് ദേഷ്യം വരും. കാരണം ആ ഫോണിൽ അവർക്കതൊന്നും മനസ്സിലായിട്ടൊന്നും ആയിരിക്കില്ല കാണുന്നുണ്ടായിരിക്കുക, എന്നാലും അത് അവരുടെ ഒരു രസമായിരുന്നു. അത് നമ്മൾ തടയുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ദേഷ്യം വരും. അപ്പോൾ അവർ പ്രതികരണത്തിൻ്റെ രീതി വ്യത്യാസം ഉണ്ടെന്നുള്ളൂ. ചിലപ്പോൾ കരഞ്ഞ് ബഹളം വെച്ചിട്ടൊക്കെ ആയിരിക്കും അവർ പ്രതികരിക്കുക. ചിലപ്പോൾ നമ്മൾ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യും, മാന്തുകയൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെ ആയിട്ടായിരിക്കും പ്രതികരിക്കുക. അപ്പോൾ കുട്ടികൾക്ക് അത്രത്തോളം ദേഷ്യം വരുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ ആളുകൾക്ക് എത്രത്തോളം ദേഷ്യം വരും. അപ്പോൾ ഈ ദേഷ്യമൊക്കെ ഉണ്ടാകുന്നത് ആഗ്രഹങ്ങളിൽ നിന്ന്, മോഹങ്ങളിൽ നിന്നാണെന്നാണ് പറയുക. അപ്പോൾ ദേഷ്യം ഉണ്ടാകും, അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇതിനെ നിയന്ത്രിക്കാനായിട്ട് പഠിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ജീവിതം കൈവരിക്കാനായിട്ട് സാധിക്കുള്ളൂ, നല്ല രീതിയിൽ ജീവിതം കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ. ഇതൊരു കഥയിലൂടെ തന്നെ നമുക്ക് ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. ആ കഥ പറയാം. ഒരു ദിവസം നമ്മുടെ ഭഗവാൻ ഉണ്ടല്ലോ ദ്വാരകയിലെ ഉദ്യാനത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു സ്ത്രീ ഇങ്ങനെ കിതച്ചിട്ട് കരഞ്ഞുകൊണ്ടൊക്കെയാണ് ഓടി വരുന്നത്. അപ്പോൾ ഭഗവാൻ ചോദിച്ചു, എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഭഗവാനെ, ഞാനും എൻ്റെ ഭർത്താവും തമ്മിൽ എന്നും രാമരാവണ യുദ്ധമാണ്. അപ്പോൾ യുദ്ധമൊക്കെ അതായത് ഒരു ദിവസം രാവിലെ ആയിക്കഴിഞ്ഞാൽ തന്നെ യുദ്ധം തുടങ്ങും. പിന്നെ എനിക്ക് തീരെ വയ്യ, അത്രയും ബഹളാണ് അവിടെ. അപ്പോൾ ഞാൻ മരിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പോൾ മരിക്കാൻ പോകുന്നതിന് മുന്നേ ഇവിടെ ഒന്ന് പറഞ്ഞിട്ട് പോകാം എന്നാണ് കരുതിയത്, എന്നിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ ചോദിച്ചു, എന്താണ് യഥാർത്ഥ ആ ഒരു കാരണം, എന്താ ശരിക്കും ഉണ്ടായെന്ന് പറയൂ, എന്നാലേ അതിന് പരിഹാരം കാണാൻ പറ്റുള്ളൂ ഭഗവാനെ. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, അയാൾ 1 പറയുമ്പോൾ ഞാൻ 2 പറയും, അയാൾ 2 പറയുമ്പോൾ ഞാൻ 4 പറയും, അയാൾ 4 പറയുമ്പോൾ ഞാൻ 8 പറയും എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാന് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഭഗവാൻ എന്താ ചെയ്തെന്നറിയോ, ഭഗവാനെ ഉടക്കുകൾ എടുത്തിട്ട് അതൊന്ന് ഒടിച്ചു, എന്നിട്ട് ആ സ്ത്രീക്ക് കൊടുത്തു. അപ്പോൾ ഇതെന്താണാവോ എന്നുള്ള രീതിയിൽ ആ സ്ത്രീ അത് വാങ്ങിക്കുകയും ചെയ്തു. എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഇനി അദ്ദേഹം, അതായത് ഈ സ്ത്രീയുടെ ഭർത്താവ് എന്തെങ്കിലും പറയാനായിട്ട് വരികയാണെങ്കിൽ ഈ ഉടക്കുള്ളിലൊന്ന് ഊതുക, അപ്പോൾ അതിൽ നിന്ന് ശബ്ദം വരും എന്ന് പറഞ്ഞു. അപ്പോൾ അത് മതിയോ ചോദിച്ചു. അത് മതി, ഇത്രയും ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു ഭഗവാൻ. അങ്ങനെ ആ സ്ത്രീ സന്തോഷത്തോട് കൂടിയിട്ട് വീട്ടിലേക്ക് പോയി. അങ്ങനെ വഴക്കുണ്ടാവുമല്ലോ, എല്ലാ ദിവസവും വഴക്കുള്ള സമയമാണ്. അപ്പോൾ അങ്ങനെ ഇദ്ദേഹം വഴക്കിനായിട്ട് വരുന്ന സമയത്ത് ഈ സ്ത്രീ എന്ത് ചെയ്തു, ഉടക്കുള്ളിൽ ഊതാനായിട്ട് തുടങ്ങി. അപ്പോൾ അതിൽ നിന്ന് ശബ്ദമാണ് വന്നത്. അങ്ങനെ പിന്നെയും ഇയാൾ പറയാൻ വരുമ്പോൾ ഈ സ്ത്രീ ഉടക്കുള്ളിൽ ഊതാനായിട്ട് തുടങ്ങി. അപ്പോൾ ഈ ശബ്ദം തന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഇയാൾക്കാണെങ്കിൽ ഒന്നും അങ്ങോട്ട് പറയാനായിട്ട് സാധിക്കണില്ല. കാരണം ഈ ഉടക്കുള്ളിൽ ഊതുന്നതൊന്നും നിർത്തിയാലാണല്ലോ എന്തെങ്കിലുമൊക്കെ പറയുക, അപ്പോൾ അപ്പുറത്തുള്ളവർ കേൾക്കുക. അതിനുള്ള ഒരു സാവകാശം കിട്ടുന്നില്ല. അവസാനം ഇയാൾ പറച്ചിൽ നിർത്തി. അപ്പോൾ ഈ സ്ത്രീക്കും സന്തോഷമായി. അങ്ങനെ കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് ഈ ഉടക്കുഴലുമായിട്ട് ഭഗവാന്റെ അടുത്തേക്ക് വരികയാണ് കേട്ടോ. ഉണ്ടായിട്ടുള്ള ഈ അനുഭവം പറയാനായിട്ട് ചോദിക്കുക ഭഗവാന്റെ അടുത്ത്, ഭഗവാനെ ഇനിയുണ്ടോ ഇങ്ങനെയുള്ള ഓടക്കുഴൽ ഭഗവാന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ എനിക്ക് കുറച്ച് തരുമോ എന്നാണ് ചോദിക്കണേ. അപ്പോൾ അതെന്താണെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞേ, ഇപ്പോഴെനിക്ക് നല്ല സമാധാനമുണ്ട്, ഭഗവാന്റെ ഓടക്കുഴലിൻ്റെ ഒരു മഹത്വേ. അപ്പോൾ ഇത് കേട്ടപ്പോൾ എൻ്റെ കൂടെയുള്ള പലർക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങളുണ്ട്, വഴക്കാണ് അവരെ വീട്ടിൽ നിൽക്കും. അപ്പോൾ ഈ ഓടക്കുഴലുണ്ടെങ്കിൽ എനിക്ക് അവർക്കും കൊടുക്കാലോ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഭഗവാന്റെ അടുത്ത് ചോദിക്കണത് എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാന് കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാകണത്, അതും കൂടെ ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ട് കഥയിലൂടെ. അതായത് ഒരാള് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന ആ ഒരു സമയത്ത് ബുദ്ധിയുള്ളവരാണെങ്കിൽ മിണ്ടാതെ നിൽക്കുകയാണ് വേണ്ടത്. ഒന്നും മിണ്ടണ്ട, മൗനം വിദ്വാനുഭൂഷണം, ആ ഒരു ചൊല്ല് ഇവിടെയും കൂടെ നമുക്ക് പ്രയോഗിക്കാം. അതായത് മിണ്ടാതിരിക്കുക, ആ പറയുന്ന ആൾ കേൾക്കാനുള്ള ഒരു ക്ഷമ കാണിക്കുക. എപ്പോഴും ആരെന്തൊക്കെ ചെയ്താലും ആദ്യം ക്ഷമിക്കാനുള്ള ഒരു മനസ്സുണ്ടാകണം എന്നാണ് പറയുക. അപ്പോൾ തന്നെ പകുതി പരിഹാരമായി. അപ്പോൾ ആരെങ്കിലും ദേഷ്യം വന്നവർ അവരുടെ ദേഷ്യം കഴിയുന്നത് വരെ അവിടെ നിന്ന് പറഞ്ഞോട്ടെ,
അപ്പോൾ ഒപ്പത്തിനൊപ്പം പറയാൻ നിൽക്കണ്ട. കാരണം ആ പറയുന്നവർക്കെതിരായിട്ട് നമ്മൾ ഒരു വാക്ക് മിണ്ടി കഴിഞ്ഞാൽ അവിടെ രണ്ട് വാക്ക് മിണ്ടും. അപ്പോൾ അതിൻ്റെ ഇരട്ടി 4 പിന്നെയും പറയേണ്ടി വരും. അപ്പം അങ്ങനെ പറഞ്ഞിട്ട് ഇതിങ്ങനെ പടർന്ന് പന്തലിച്ച് ചെറിയൊരു നിസ്സാര കാര്യമായിരിക്കും ഉണ്ടായിട്ടുണ്ടായിരിക്കുക, അത് വലിയൊരു വഴക്കിലേക്ക് എത്തുകയാണ് ചെയ്യുക. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? ക്ഷമിക്കാനായിട്ട് പഠിക്കണം, വായ അടച്ച് വെക്കാനായിട്ട് പഠിക്കണം. അപ്പോൾ തന്നെ ഒരുവിധ വഴക്കുകൾക്കൊക്കെ ഒരു ശമനം കിട്ടും, ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ദേഷ്യം കുറഞ്ഞു കിട്ടും. ഇനിയിപ്പോൾ മറ്റുള്ളവരെ ദേഷ്യപ്പെടുന്ന സമയത്ത്, നമ്മളെ ഓരോന്ന് പറയുന്ന സമയത്ത് നമുക്ക് ദേഷ്യം വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? നാമം ജപിക്കുക എന്ന് മാത്രമാണ് പറയാനായിട്ടുള്ളത്. അതിങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് എതിർത്തൊന്നും പറയാൻ തോന്നിപ്പിക്കില്ല. ഈ നാമൊക്കെ ജപിച്ച് കഴിഞ്ഞിട്ട് പറയാം എന്ന് വിചാരിക്കും. ജപിച്ച് കഴിഞ്ഞാലോ എതിർത്തൊന്നും പറയാനായിട്ട് ഇതേപോലെ തോന്നിപ്പിക്കുകയും ചെയ്യില്ല. അപ്പോൾ ആ വഴക്ക് അവിടെ സ്റ്റോപ്പ് ആകും. അപ്പോൾ ഈ നാമജപത്തിന് അത്രയേറെ ശക്തിയുണ്ട്. ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ തന്നെ, വേറെ ക്ഷേത്രങ്ങളിലും ഇങ്ങനെ ഭക്തരിരുന്നിട്ട് പുസ്തകങ്ങളൊക്കെ വായിക്കാറുണ്ട്, നാമജപത്തിന് പുസ്തകങ്ങളൊക്കെ വായിക്കാറുണ്ട്. അപ്പോൾ ഇവരെ പരിചയക്കാരെങ്കിലും അതുവഴി വന്നു, ഇവരോടൊന്ന് പരിചയക്കാരെ കണ്ടു കഴിഞ്ഞാൽ സംസാരിക്കാനായിട്ട് തോന്നുമല്ലോ. അപ്പോൾ ഇവരിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അയ്യോ അവർ വായിക്കല്ലേ, കുറച്ച് കഴിഞ്ഞിട്ട് വരാം എന്ന് വിചാരിച്ച് അവരവിടുന്ന് പോകും. അതേപോലെ തന്നെ ചിലപ്പോൾ അവർ വലിയ വലിയ കാര്യങ്ങൾ സംസാരിക്കാൻ, ഭഗവാനെ പറ്റി സംസാരിക്കണമെന്നായിരിക്കില്ല അവരുണ്ടായിരിക്കുക, കുടുംബവിശേഷങ്ങളൊക്കെ പറയാനായിരിക്കും. എന്നിരുന്നാലും അങ്ങനെയുള്ള സംസാരങ്ങളിൽ നിന്ന് ഒരു രക്ഷയാണ് ഈ നാമജപത്തിൻ്റെ പുസ്തകം വായിക്കുന്നതിലൂടെ നമുക്ക് ലഭിച്ചത്. ഇത് തന്നെയാണ് നാമജപത്തിലൂടെയും ഉണ്ടാകുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? ദേഷ്യം വരുന്ന സമയത്ത് ഇപ്പോൾ വരുന്നവരാണെങ്കിലും ചുറ്റിനുമുള്ളവരാണെങ്കിലും നന്നായിട്ട് മനസ്സിലെ നാമം ജപിക്കുക. ഓട്ടോമാറ്റിക്കലി ആ ഒരു നെഗറ്റീവ് എനർജിയാണത്, അതിങ്ങനെ കുറയുന്നതായിട്ട് തോന്നും. അപ്പോൾ പിന്നെ വേണ്ടാത്തതൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. അങ്ങനെ മനസ്സിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്ന കാര്യങ്ങളാണ്, നമ്മുടെ ഒന്നും നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഇതിനെ ആദ്യം സ്വീകരിക്കണം. ഈ ദേഷ്യത്തിനെ നമ്മൾ സ്വീകരിക്കണം എന്നാണ് പറയുക. അത് മഹാദേവനെ സാധിച്ചിരുന്നു എന്നും കൂടെ പറയാറുണ്ട് കേട്ടോ. അതായത് എപ്പോഴാണ് നമ്മൾ ദേഷ്യപ്പെടേണ്ടത്, എപ്പോഴാണ് ദേഷ്യപ്പെടാനായിട്ട് പാടില്ലാത്തത് എന്നുള്ള ആ ഒരു തിരിച്ചറിവുണ്ടല്ലോ, അത് നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം എടുത്ത് പ്രയോഗിക്കാം. അപ്പോൾ നമുക്ക് ദേഷ്യം വരുന്ന സമയത്താണെങ്കിൽ ഇപ്പോൾ ദേഷ്യം വരാൻ പാടുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു ചിന്ത ഉണ്ടല്ലോ, ആ ചിന്ത നമ്മുടെ മനസ്സിൽ വരുന്നവരാണെങ്കിൽ അവർ വിജയിച്ചവരാണെന്നാണ് പറയുക. മഹാദേവനെ ഇത് സാധിച്ചിരുന്നു എന്ന് പറഞ്ഞല്ലോ. അതായത് സതീദേവി മരിച്ച ആ ഒരു സമയത്ത് മഹാദേവന് ദേഷ്യം വന്നു. അപ്പോൾ മഹാദേവൻ ചിന്തിച്ചു ദേഷ്യപ്പെടണോ വേണ്ടയോ എന്നുള്ളത്. എന്നിട്ട് ആ ദേഷ്യത്തെ അങ്ങോട്ട് സ്വീകരിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ദേഷ്യം അഭിനയിച്ചു എന്നാണ് പറയണത്. എന്നിട്ട് ആ ഒരു ദേഷ്യത്തിൽ നിന്നാണ്, ആ ഒരു കോപത്തിൽ നിന്നാണ് വീരഭദ്രനും ഭദ്രകാളിയും ഒക്കെ ഉണ്ടായതെന്ന് എൻ്റെ ഗുരുനാഥ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്രകാരം നമുക്ക് ദേഷ്യത്തെ സ്വീകരിച്ച് വെക്കാം. നമുക്ക് ദേഷ്യമൊക്കെ വരും, ശരി നമ്മളത് ആക്സെപ്റ്റ് ചെയ്തു, നമുക്ക് ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് ആ ദേഷ്യപ്പെടണോ വേണ്ടയോ എന്ന് ചിന്തിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ നമ്മളവിടെ വിജയിച്ചു എന്നാണ് പറയണത്. അപ്പോൾ നമുക്ക് ആ ഒരു സമയത്ത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ദേഷ്യപ്പെടാം, നമുക്ക് ആവശ്യമുള്ളപ്പോൾ അതിനെ പിൻവലിക്കുകയും ചെയ്യാം. അത്തരത്തിൽ കൺട്രോൾ ഉള്ളവരായിരിക്കണം നമ്മളെല്ലാവരും എന്നാണ് പറയണത്. അപ്പോൾ ഈ ഒരു കൺട്രോൾ നമുക്ക് ഉണ്ടാകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെല്ലാവരും ഭഗവാനിൽ ആശ്രയിക്കുന്നവരായിരിക്കണം. കാരണം പലരും ദേഷ്യപ്പെടുന്ന സമയത്ത് ഭഗവാനല്ല വലുത്, അവിടെ നമ്മളാണ് വലുത് എന്ന് ചിന്തിക്കുന്നവരാ. ഭഗവാനാണ് വലുത് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ദേഷ്യപ്പെടാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ആ ഒരു ചിന്ത എല്ലാവർക്കും ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? നാമം ജപിച്ചിട്ട് നമ്മുടെ മനസ്സ് അത്രത്തോളം ഭഗവാനിലേക്ക് ചേർന്നതായിരിക്കണം. അങ്ങനെയുള്ളവർ ഒരിക്കലും ദേഷ്യപ്പെടില്ല. ദേഷ്യം വരും, ഞാൻ പറഞ്ഞു ദേഷ്യം വരും എന്നുള്ള സന്ദർഭങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിനെ സ്വീകരിച്ചിട്ട് നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കണം എന്നാണ് പറയണത്. പിന്നെ ഒരു കാര്യം എന്ന് പറയണത്, ആഗ്രഹങ്ങളൊന്നും വെക്കരുത്. നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രതീക്ഷകൾ ഉണ്ടാകുമ്പോഴാണ് അത് കിട്ടാതെ വരുമ്പോൾ വിഷമങ്ങൾ, ഇച്ഛാഭംഗങ്ങൾ ഉണ്ടാകുക. അപ്പോൾ അത് വിഷമായി, പിന്നെ ആ വിഷമം കോപമായി, ക്രോധമായി, ഈ പറഞ്ഞ പോലെ ദേഷ്യമായി. അപ്പോൾ പിന്നെ എന്തായി? ആകെ വഴക്കായി. അപ്പോൾ എന്ത് ചെയ്യണം? ഈ ആഗ്രഹങ്ങളെ ഇല്ലാതെ വെക്കുക. ആരെങ്കിലും നമുക്ക് ദേഷ്യത്തോടെ നമ്മുടെ അടുത്ത് പെരുമാറുന്നുണ്ടെങ്കിൽ മിണ്ടാതിരുന്നിട്ട് നാമം ജപിക്കുക. അപ്പോൾ നാമജപമാണ് ഈ ദേഷ്യം ഒഴിവാക്കാനായിട്ടുള്ള ഏറ്റവും നല്ല മരുന്ന്. അപ്പോൾ ദേഷ്യം വരുന്നവരൊക്കെ ആണെങ്കിൽ നന്നായിട്ട് നാമജപമൊക്കെ ശീലിക്കുക. പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ഇല്ലാതാക്കാൻ പറ്റുന്നതൊന്നുമല്ല, അത് കുറേ നാളുകളായിട്ടുള്ള ആ ഒരു സ്വഭാവം ആണെങ്കിൽ. അപ്പോൾ എന്ത് ചെയ്യണം? കുറച്ച് സമയമെടുത്തായിരിക്കും ചിലപ്പോൾ അതിൽ മാറ്റങ്ങളൊക്കെ ഉണ്ടാകുക. അപ്പോൾ നമ്മളൊരു 16 ദിവസം അല്ലെങ്കിൽ ഒരു 18 ദിവസം നിശ്ചയിക്കുക. ഈ ദിവസത്തിനുള്ളിൽ ഇന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യില്ല എന്ന് നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക. അതങ്ങനെ പാലിക്കാനായിട്ട് സാധിച്ചെങ്കിൽ പിന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാകും. നമ്മൾ നാമജപം പറഞ്ഞ പോലെ തന്നെ. അപ്പം അങ്ങനെ ക്രമേണ ഈ ദേഷ്യവും കോപവും ഒക്കെ കുറയ്ക്കാനായിട്ട് സാധിക്കും. അത് ഭഗവാന്റെ അടുത്തും നന്നായിട്ട് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം.
അപ്പോൾ അത് വളരെ മോശപ്പെട്ട വികാരമാണെന്ന് മനസ്സിലാക്കിയിട്ട് ദേഷ്യം വരുന്നവരൊക്കെ ആ ഒരു ദേഷ്യത്തെ ഇല്ലാതാക്കാനും കൂടെ ശ്രമിക്കേണ്ടതാണ് കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് നേടിയെടുക്കാനുള്ള വിജയം പൂർണ്ണമായിട്ടും നേടിയെടുക്കാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ ഒക്കെ പകുതിക്ക് വെച്ച് മുടങ്ങിപ്പോകും. അപ്പോൾ തന്നെ നമ്മൾ ഈ ദേഷ്യത്തെ ഇങ്ങനെ ശപിക്കും. ഓ, എന്തിനാ ഞാൻ ദേഷ്യപ്പെട്ടെ എന്നൊക്കെ തോന്നും. അപ്പം അങ്ങനെയുള്ള ചിന്ത ഇനി ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ദേഷ്യത്തെ മുഴുവനായിട്ട് നമ്മുടെ കൺട്രോളിൽ വരുത്തണം. അത് വളരെ അത്യാവശ്യമാണ് കേട്ടോ. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് നാമജപം പറയാം. കഴിഞ്ഞ 2 വീഡിയോയ്ക്ക് ചുവടെയുള്ള നാമങ്ങളാണ് കേട്ടോ ഇന്ന് എണ്ണി വന്നിരിക്കുന്നത്. 10,933. പലരും ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് നാമജപം എന്നൊക്കെ. നാമം ചൊല്ലിയിട്ട് എണ്ണീട്ട് നമ്മുടെ വീഡിയോയ്ക്ക് ചുവടെയായിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം ഞാനത് എണ്ണീട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എണ്ണാനായിട്ട് ഇപ്പം നാമമാലയോ ജപമാലയോ അല്ലെങ്കിൽ ടാലി കൗണ്ടറോ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അത്രയൊക്കെ കാര്യങ്ങളുള്ളൂ. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങളും പുതിയ പുതിയ കാര്യങ്ങളും ചോദ്യങ്ങളുണ്ടെങ്കിൽ മറുപടികളൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.